ശ്രീ ജോർജ് ഇതുപോലെ കുടിപ്പാറ, ട്രാക്കിങ്ങുള്ള ആരാണ് സ്കോർ ചെയ്തത് എന്നതിൽ തർക്കം, ഞങ്ങൾ നന്നായി സ്കോർ ചെയ്തു, അവർ തോറ്റുപോയി എന്ന് പറയുകയാണോ ഈ വിഷയത്തിൽ എടുക്കേണ്ട ഒരു സമീപനം എന്നൊരു ചോദ്യമുണ്ട്. ഇതൊരു രീതിയാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സർക്കാരുമായി ബന്ധപ്പെട്ട് എന്ത് പരാതികൾ, എന്ത് ആരോപണങ്ങൾ ഉയരുമ്പോഴും ഉടനെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ, കഴിഞ്ഞതിലും കഴിഞ്ഞതിൻ്റെ സർക്കാരിൻ്റെ എന്ന് പറയേണ്ടി വരുമല്ലോ, സർക്കാരിൻ്റെ കാലത്തെ കുറേ കണക്കുകളും രേഖകളും വളരെ പെട്ടെന്ന് കിട്ടും. അതേസമയം തൊട്ട് മുൻപത്തെ ദിവസം നമ്മുടെ സർക്കാർ എന്തു ചെയ്തതിൻ്റെ രേഖകളിലേക്ക് എത്താൻ കുറച്ച് സമയമെടുക്കും. ഇത് നമ്മൾ ആരോഗ്യമന്ത്രിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊരു സ്ഥിരം രീതിയായി മാറിയിരിക്കുന്നു. ഇപ്പോൾ സഭയിലായാലും കഴിഞ്ഞ UDF സർക്കാരുകളുടെ കാലത്തെ കണക്കാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ഇനി ആ കണക്കുകൾ ആകട്ടെ, അത് ഗുരുതരമായ വിഷയങ്ങളാണ്. നേരത്തെ ശ്രീ ദാമോദർ പ്രസാദ് പറഞ്ഞതുപോലെ മുത്തങ്ങയൊക്കെ ആ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇടികൊണ്ട് മുഖം വീർത്ത ജാനുവിൻ്റെ മുഖം ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടല്ലോ. അവിടെ നടന്ന പോലീസ് നരനായിട്ട് ദൃശ്യങ്ങളായി കൈരളി ചാനലിൽ അത് കാണിക്കുമ്പോൾ ഞാനും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? ആ ഭൂമി അവർക്ക് ആദിവാസികൾക്ക് കിട്ടിയോ എന്ന ചോദ്യമാണ് ഇന്നിപ്പോൾ AK ആന്റണി ചോദിക്കുന്നത്. അന്ന് ഞാൻ ചെയ്തതും അതാണ്, എനിക്കത് ചെയ്യേണ്ടി വന്നു, അത് ഞാൻ നേരിട്ട് ചെയ്തതല്ല, കേന്ദ്ര സർക്കാർ നിർബന്ധമുണ്ടായിരുന്നു എന്ന് ഉള്ള പ്രതികരണമൊക്കെ നടത്തി ഖേദപ്രകടനം നടത്താൻ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു. ഇപ്പോൾ നമുക്ക് ഇതാകെ തുകയായിട്ട് എന്താണ് മനസ്സിലാക്കേണ്ടത് ശ്രീ ജോർജ് പൊടിപ്പാറ? പോലീസ് ഇങ്ങനെയാണ്, പോലീസിന് മുന്നിൽ ഭരണകൂടം നിസ്സഹായരാണ് എന്നാണോ? യഥാർത്ഥത്തിൽ ഈ വിഷയം നമ്മുടെ മനസ്സിലേക്ക് തരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിലേക്ക് ഇട്ട് തരുന്നത് എന്താണ്? അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലമായി, 75 വർഷം അല്ലെങ്കിൽ അത്രയും കാലം കഴിഞ്ഞിട്ടും, അതിലേറെ കാലമായിട്ടും നമ്മുടെ പോലീസ് ഇപ്പോഴും ആ പഴയ ബ്രിട്ടീഷ് പോലീസായിട്ട് നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പോലീസ് വെറും മർദ്ദനോപകരണം മാത്രമായിട്ടാണ് നിലനിൽക്കുന്നത് എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് സമ്മതിക്കേണ്ടി വരുന്നൊരവസ്ഥ. അതായത് കുറെ പുഴുക്കുത്തുകളുണ്ട്, കുറെ കൊളോണിയൽ ഹാങ് ഓവർ ഉള്ള പോലീസ് ഉണ്ട്. യഥാർത്ഥത്തിൽ വിഷയം എന്താണ്? ഇന്നും പോലീസ് സ്റ്റേഷനുകളിൽ മനുഷ്യാവകാശങ്ങൾ ചവിട്ടി മെതിക്കപ്പെടുന്നു. മനുഷ്യത്വരഹിതമായ സമീപനം ആ പോലീസ് സ്റ്റേഷനിലെത്തുന്ന നിസ്സഹായരായ നിരപരാധികളായ മനുഷ്യർക്ക് നേരിടേണ്ടി വരുന്നു. ആ മനുഷ്യർ നീതിക്ക് വേണ്ടി കരയുമ്പോൾ അതിനെ സാങ്കേതികത്വം പറഞ്ഞ് അവർക്ക് നീതി നിഷേധിക്കുന്നു. ഇതല്ലേ ജോയലിന്റെ പിതാവ് ഇപ്പൊ ജോയിക്കുട്ടി നമ്മളോട് പറയുന്നത്? ഇതല്ലേ സുജിത്ത് കുന്നംകുളത്തേറ്റ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നീണ്ട 3 വർഷത്തിലധികത്തെ പോരാട്ടത്തിന് ശേഷമാണ് ആ ആ വിഷ്വൽസ്, ആ CCTV വിഷ്വൽസ് കിട്ടുന്നത്. ഇതേപോലെ തന്നെ ഇരുകരണത്തും അടിയേറ്റ പട്ടിക്കാട്ടെ ഹോട്ടലോടം ഔസേപ്പിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും എത്ര നാൾ നീണ്ട പോരാട്ടത്തിന് ശേഷമാണ് ആ വിഷ്വൽസ് കിട്ടുന്നത്. വിവരാവകാശ നിയമപ്രകാരം പോലീസ് സ്റ്റേഷനുകളിലെ മർദ്ദനത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങളും ഈ വിഷ്വൽസ് CCTV-യിൽ പകർത്തണം. അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും CCTV-യിൽ പകർത്തണമെന്ന് സുപ്രീം കോടതി ഉത്തരവുണ്ട്. പക്ഷെ അത് എങ്ങനെ ആ ദൃശ്യങ്ങൾ നൽകാതിരിക്കാം എന്ന് റിസർച്ച് നടത്തുന്ന ഒരു സർക്കാരും ആ സർക്കാരിന്റെ കീഴിലുള്ള പോലീസും അതിനെ സാധൂകരിക്കുന്ന മുഖ്യമന്ത്രിയും എന്ത് ജനാധിപത്യത്തെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്? എന്ത് മനുഷ്യാവകാശത്തെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്? എന്ത് മാനവികതയെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്? എന്ത് അവകാശമുണ്ട് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകളാണെന്ന് പറയാൻ? മുസ്തഫ, എനിക്ക് താങ്കളെ കുറിച്ച് ഒരുപാട് ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടി മനുഷ്യത്വം കാണിക്കുന്ന, മാനവികമായി ചിന്തിക്കുന്ന ഒരാളാണ് താങ്കൾ. എനിക്ക് നല്ല ബോധമുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളില് ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരന്റെ ഹൃദയമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ജോയലിന്റെ പിതാവ് ജോയിക്കുട്ടിയുടെ വാക്കുകളോട് അങ്ങ് ഇത്രയും നിസ്സംഗമായിട്ട് പ്രതികരിക്കരുത്. കാരണം അതൊരച്ഛന്റെ നെഞ്ചിൽ നിന്ന് നീറി പുകഞ്ഞു പുറത്തു വരുന്ന ആ മുറിവിന്റെ വേദന, ചോരയൊലിക്കുന്ന ആ ഹൃദയമാണ് അദ്ദേഹത്തിൻ്റെത്. ആ ചോരയൊലിക്കുന്ന ഹൃദയത്തിൽ നിന്നാണ് ഈ വാക്കുകൾ വരുന്നത്. അതിനെ നമുക്ക് ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ, ഒരു സാങ്കേതികത്വത്തിന്റെയോ പോലീസിന്റെ വെറും സാങ്കേതികമായ വിശദീകരണത്തിന്റെയോ, മുഖ്യമന്ത്രിയുടെ പോലീസ് വെർഷൻ മാത്രം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തുന്ന അത്തരം ഒരു വിശദീകരണം കൊണ്ട് നീതീകരിക്കാൻ പറ്റില്ല. ഇത് മനുഷ്യന്റെ കാര്യമാണ്, മക്കളുടെ കാര്യമാണ്, മകനെ നഷ്ടപ്പെട്ട പിതാവിന്റെയും അമ്മയുടെയും ഒരച്ഛന്റെയും വിലാപമാണ്. അത് സുജിത്തും അതുപോലെ തന്നെ ഔസേപ്പും നമ്മളീ കണ്ട മനുഷ്യരെല്ലാം അനുഭവിക്കുന്ന അതിനെയാണ്. അതിന് നിയമസഭയിൽ ആര് ജയിച്ചു, ആര് തോറ്റു, ഞങ്ങൾ സാങ്കേതികത പറഞ്ഞ്, ഞങ്ങൾ കുറെ കണക്കുകൾ പറഞ്ഞ്, കഴിഞ്ഞ സർക്കാരിന്റെ ആ ചെയ്തികളുടെ, അവരുടെ ക്രൂരതകളുടെ കഥകൾ പറഞ്ഞ് ജയിച്ചു, മറ്റവരെ തോൽപ്പിച്ചു. ഇതിലൊക്കെ മാധ്യമങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. സ്മൃതി, നമ്മൾ അടക്കമുള്ള മാധ്യമങ്ങളും ഇപ്പൊ അഭിരമിക്കുന്ന എന്തിനാ? അതായത് ഇത്തരം കാര്യങ്ങളിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതാണോ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം?
യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം, യഥാർത്ഥ വിഷയത്തിൽ ഈ മനുഷ്യർക്ക്, ഈ പീഡനം അനുഭവിച്ച, ക്രൂരത അനുഭവിച്ച, ജീവിതം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ഈ സാങ്കേതികത്വം ഒരു ന്യായമായിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആശ്വാസം പകരൂ. മറിച്ച് അവരനുഭവിച്ച ആ വേദനയ്ക്ക്, അവരനുഭവിച്ച നഷ്ടത്തിന് യഥാർത്ഥത്തിൽ ഈ സർക്കാർ ചെയ്യേണ്ടത് എന്താണ്? അവരോടൊപ്പം നിൽക്കുക എന്നതാണ്. ഈ ക്രൂരത ചെയ്ത പോലീസുകാരെ സംരക്ഷിക്കലാണോ നമ്മുടെ ഉത്തരവാദിത്വം? അവരെ ഈ സാങ്കേതികത്വം പറഞ്ഞ്, ന്യായം പറഞ്ഞ്, നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് അവരെ രക്ഷിക്കുകയാണ് ഒരു ജനാധിപത്യ സർക്കാരിന്റെ ഉത്തരവാദിത്തം. അത് കോൺഗ്രസ് ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, ഇടതുപക്ഷം ആവട്ടെ, UDF ആവട്ടെ, ഇതിലൊന്നും ഒരു പ്രശ്നമില്ല. ഇവിടെ മനുഷ്യർക്കൊപ്പം ഒപ്പം നിൽക്കാനുള്ള ഒരു മാനവിക ബോധം, ഒരു മനുഷ്യത്വം യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാരുകൾ കാണിക്കണം. അവിടെ പോലീസ് അല്ല പ്രധാനം, മനുഷ്യരാണ് പ്രധാനം. അവർ കമ്മ്യൂണിസ്റ്റുകാരാവട്ടെ, കോൺഗ്രസ്സുകാരാവട്ടെ, നിസ്സഹായരായ നിരപരാധികളായ, നീതിക്ക് വേണ്ടി കേഴുന്ന കരയുന്ന ആ മനുഷ്യർക്കൊപ്പം നിൽക്കാനുള്ള ഒരു ആർജവം നമ്മുടെ സർക്കാരുകൾക്കും, നമ്മുടെ മന്ത്രിമാർക്കും, നമ്മുടെ ജനപ്രതിനിധികൾക്കും ഇല്ലാതെ പോകുന്നത് എന്തൊരു ഗതികേടാണ്. എന്നിട്ട് ഞങ്ങൾ അവരെ തോൽപ്പിച്ച് മാറാട് കലാപം പറഞ്ഞ്, ഞങ്ങൾ മുത്തങ്ങ പറഞ്ഞ്, ഞങ്ങൾ ശിവഗിരി പറഞ്ഞ്, അവരുടെ ആഫീസ് പൂട്ടിച്ചു എന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുന്നതാണോ സത്യം? ഇന്നലത്തെ വിഷയം എന്താ? ഇന്നലത്തെ വിഷയം പോലീസ് സ്റ്റേഷനിൽ പീഡനമേറ്റ് ജീവിതം നഷ്ടപ്പെട്ട, നീതി കിട്ടാത്ത മനുഷ്യന്റെ ഹൃദയവേദനകളാണ് ഇന്നലെ ചർച്ച ചെയ്യേണ്ടത്. ആ ഹൃദയവേദനകൾക്ക് പകരം സാങ്കേതികത്വത്തിന്റെയും ചരിത്രത്തിന്റെയും കൂട്ടുപിടിച്ച് ഞങ്ങളെക്കാളും ഭീകരത ചെയ്തിട്ടില്ലേ? നിങ്ങൾ ചെയ്ത ഭീകരത വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ഭീകരത, ഞങ്ങളുടെ ചെയ്തികൾ എത്രയോ ചെറുത് എന്ന് പറഞ്ഞ് സമർത്ഥിച്ച് വിജയിക്കുകയാണോ ആവശ്യം? അത്തരം ഒരു വിജയമാണോ ഈ പുതിയ കാലഘട്ടത്തിൽ ഈ വിഷയങ്ങൾ, ഈ CCTV വിഷ്വൽസ് വരുമ്പോൾ കേരള സമൂഹം ഈ സർക്കാരുകളോട്, ഈ പറഞ്ഞ സംവിധാനത്തോട് ആവശ്യപ്പെടുന്നത്? മുഖ്യമന്ത്രിയിൽ നിന്ന് ഈ പറഞ്ഞ ജോയലിന്റെ പിതാവ് ജോയിക്കുട്ടി പറയുന്നത് കേട്ടില്ലേ? എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രി പോലീസുകാർ എഴുതി കൊടുത്ത് അതേപടി വായിച്ചു. അദ്ദേഹത്തിന്റെ മകൻ, അദ്ദേഹം മരിക്കുന്നത് വരെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് വേർപ്പൊഴുക്കിയ മനുഷ്യനാണ്, അടികൊണ്ട മനുഷ്യനാണ്. അവസാനം ചുവപ്പ് പുതച്ച് മരിക്കുമ്പോ ആ അച്ഛന്റെ ഉള്ളിലെ കണ്ണീര്. എന്നിട്ടും ആ ചുവപ്പിൽ നിന്ന്, ആ ചുവപ്പിനെ പ്രതിനിധീകരിക്കുന്ന സർക്കാരിൽ നിന്ന് അനുഭാവത്തിന്റെ ഒരു വാക്ക്, അനുതാപത്തിന്റെ ഒരു വാക്ക്, പിന്തുണയുടെ ഒരു സമീപനം ഉണ്ടാകുന്നില്ലെങ്കിൽ എന്റെ എന്റെ പ്രിയപ്പെട്ട മുസ്തഫ, ആ മനുഷ്യന് ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല, ഒരിക്കലും സഹിക്കാനും കഴിയില്ല. ആ മനുഷ്യൻ മരിക്കുവോളം ആ നീറ്റലുണ്ടാവും. നമ്മൾ കുറെ കൂടി ഈ പ്രത്യയശാസ്ത്രത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ആ തിമിരക്കാഴ്ചകളിൽ നിന്ന്, അന്ധതയിൽ നിന്ന് കുറെ കൂടി മാനവികതയിലേക്കും മനുഷ്യത്വത്തിലേക്കും വരാനുള്ള ഒരു പുതിയ ഏത് കാല പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയത്തിലേക്ക് ആത്യന്തികമായി ഓരോരുത്തരുടെ മനുഷ്യന് വേണ്ടിയാണല്ലോ ശ്രീ ജോർജ് പൊടിപാറ. മനുഷ്യനെ നിഷേധിച്ചുകൊണ്ട് ഒരു അതാണ് ആവശ്യം. പ്രത്യയശാസ്ത്രം അങ്ങനെയൊന്നും പറയുന്നില്ല. അത് പ്രത്യയശാസ്ത്രത്തിന്റെ കൂട്ടുപിടിച്ചും അങ്ങനെ അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതല്ല കാര്യം. ഇതൊരു സൗകര്യത്തിന് വേണ്ടി ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങൾ ഭരണാധികാരികളാണ്, ഞങ്ങൾക്ക് അധികാരമുണ്ട്. അധികാരം ഉപയോഗിച്ച് വേണ്ടവർക്കൊപ്പം നിൽക്കാനും ഞങ്ങൾക്ക് വേണ്ടവർക്കൊപ്പം നിൽക്കാനും ഞങ്ങൾക്ക് തള്ളേണ്ടവർക്ക് തള്ളാനും ഒക്കെ ഉള്ളതാണ് അധികാരം എന്നുള്ളതാണ്.